ഞങ്ങളുടെ പുട്ട് പാർട്ടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹലോ, അപ്പോൾ ഇപ്പോൾ സമയം 9:11 ആയിട്ടുണ്ട്, രാത്രിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പുട്ട് കഴിക്കാൻ വേണ്ടി ചെറിയതായിട്ടൊരാഗ്രഹം. അങ്ങനെ പുട്ടിന് വേണ്ടിയിട്ടുള്ള മാവാണ് നനച്ച് വെച്ചിരിക്കുന്നത്. സ്ഥിരം ചിരട്ടപ്പുട്ട് കഴിച്ച് മടുത്തതുകൊണ്ട് ഇത്തവണ ഹേമന്ത് നാട്ടുന്നുണ്ടെന്ന ഈ പുട്ടുകുറ്റിയിലാണ് നമ്മൾ പുട്ടുണ്ടാക്കാൻ പോകുന്നത്. പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു, ശ്രീയും അർത്തനയും അഞ്ജുവും പിന്നെ ഞാനും അഖിലും. അപ്പം നമ്മളിനി പുട്ടുണ്ടാക്കുന്ന പരിപാടിയിലേക്കാണ്. ഈ കഷ്ണമായിട്ട് കഷ്ടപ്പെട്ട് എടുക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ കോക്കനട്ടാണ്. തേങ്ങ ചിരകിയതാണ്. നമ്മൾ ഫ്രീസറിൽ വെച്ചപ്പോൾ ആ ഒരു അവസ്ഥയായിരുന്നു. ഞങ്ങളുടെ പുട്ട് പാർട്ടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഞ്ജുവിൻ്റെ വകയായിട്ട് കടലക്കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എൻ്റെ വീടാണെങ്കിലും നമ്മളെല്ലാവരും ഒരുപോലെയാണ് കിച്ചണിൽ പെരുമാറുന്നത്. ഇത് കണ്ടെത്തൊന്നും വീട്ടിൻ്റെ പാല് കാച്ചാണെന്നേ, അങ്ങനെയല്ല. അപ്പം ഇനി അടുത്ത കർത്തവ്യത്തിലേക്ക്, അതായത് പുട്ടുണ്ടാക്കേണ്ട കടമ ഹേമന്തിൻ്റെയാണ്. ഹേമന്താണ് പുട്ടുണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ എടുത്ത മാവ് ഇച്ചിരി കൂടിപ്പോയെന്നൊരു സംശയമുണ്ട്. സൈഡിൽ അഖിലിങ്ങനെ എല്ലാ സംഭവങ്ങളും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പുട്ട് ആവി കയറുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതുകൊണ്ട് ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റായിട്ട് കുറച്ച് ചോറ് സൈഡിൽ കൂടെ കഴിക്കാം എന്ന് വിചാരിച്ചു. ഞാനും അർത്തനയും കൂടി ഞങ്ങൾ രണ്ടുപേരും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നായിരുന്നു. ഞങ്ങൾ കുറച്ച് ചോറ്, അതായത് ആ വിശപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ട് പുട്ട് റെഡി ആകുമ്പോഴത്തേക്കും എല്ലാവരുടെയും കൂടി ഇരുന്ന് വീണ്ടും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അർത്തന എനിക്ക് വാരി തരണം. എനിക്ക് എന്താണെന്നോ ആര് വാരി തന്നു കഴിഞ്ഞാലും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കൈ പറ്റാതെ, എന്താ കൈ നനയാതെ മീൻ പിടിക്കുക എന്ന് പറയുന്ന കണക്ക്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് പുട്ട് ഇവിടെ ആവി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പുട്ടിന് മാവ് കുഴച്ചത് കുറച്ച് കൂടി പോയോ എന്നൊരു സംശയമുണ്ട്. എന്നാലും കുഴപ്പമില്ല, വല്ലപ്പോഴും അല്ല കഴിക്കുന്നത്, എന്നൊന്നും പുട്ടുന്നുണ്ടാക്കാറില്ലല്ലോ. അപ്പോൾ നമ്മളിത് ചോറും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടയിൽ കൂടെ ഇനി പുട്ട് കഴിക്കാനുള്ള സ്ഥലം ബാക്കി ഉണ്ടാവുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് തന്നെ അഞ്ചു വളരെ കുറച്ച് ചോറ് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എന്താ പുട്ടിന് ആവി വന്നിട്ടുണ്ട്. നമുക്കിനി എങ്ങനെയാണ് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ചായയും ഹേമന്ത് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് കുറ്റി പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ശ്രീയാണ് നമ്മുടെ പുട്ട് കുറ്റിയിൽ നിന്ന് തള്ളി പാത്രത്തിലോട്ട് ഇടാൻ പോകുന്നത്. അങ്ങനെ പുട്ടെല്ലാം പുട്ടുകുറ്റിയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. പുട്ടിൻ്റെ മാവ് നല്ലതുപോലെ കുഴച്ചത് ശ്രീ ആയതുകൊണ്ട് ആണ് പുട്ട് ഇത്ര നല്ല അടിപൊളിയായിട്ട് വന്നതെന്നാണ് ശ്രീയുടെ വാദം, എനിക്കറിയില്ല. പിന്നെ പ്രത്യേക ഡിസൈനിലൊക്കെയാണ് ഈ തേങ്ങാപ്പേര് ഇട്ടിരിക്കുന്നത് ഹേമന്ത്. അതുകൊണ്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള പുട്ടൊക്കെയാണ് നമുക്ക് ലഭിച്ചത്. അങ്ങനെ ഇവർ മൂന്നുപേരും അവസാനം പപ്പടം കാച്ചിയാണ്. നമ്മളിനി ടേബിളിൽ വെയിറ്റിംഗ് ആണ്. സോ നമുക്കിനി വന്നിട്ട് പുട്ട് കഴിക്കാം. പുട്ടും പിന്നെ ചോറും. ഞാൻ പുട്ടല്ല കഴിച്ചത്, എനിക്ക് ചോറാണ് ഇഷ്ടം. സോ ഞാൻ ചോറ് തന്നെ വീണ്ടും കഴിച്ചു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നൈറ്റ് വളരെ ഗംഭീരമായി പുട്ട് കഴിച്ച് നമ്മൾ ആഘോഷിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി പുട്ട് പാർട്ടി വെച്ചില്ല എന്ന് വേണ്ട,